റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ചെറിയ പീസുകളാക്കിയ ശേഷം കഴുകി വൃത്തിയാക്കിയ ഒരു ഫുൾ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോയും 200 ഗ്രാമുമുണ്ട്. ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് ആണ് അത്. ചിക്കൻ 65 ഉണ്ടാക്കുന്നതിനായി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വേണം ചിക്കൻ കട്ട് ചെയ്തെടുക്കാൻ. ആദ്യമായി ഇതിലേക്ക് നാരങ്ങ നീര് 1/2 ടേബിൾ സ്പൂൺ, മീഡിയം പുളിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നും അതെങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുമുള്ള ഒരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടി 4 ടേബിൾ സ്പൂൺ. എരിവ് കുറഞ്ഞു കിട്ടുന്നതിനും നല്ല കളറ് കിട്ടുന്നതിനും വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ ഇതിൻ്റെ പകുതി ചേർക്കുക. ഗരം മസാല 1 ടീസ്പൂൺ. നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. അല്പം കറിവേപ്പില വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഉപ്പ് 1/4 ടീസ്പൂൺ. ഉപ്പ് മെഷറിംഗ് സ്പൂൺ കൊണ്ട് അളന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായി കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മാത്രം നല്ല ഫൈനായിട്ട് പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടി ചേർക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ഈ ചേർത്ത മസാലകളെല്ലാം എല്ലാ ചിക്കൻ പീസിലും ഒരുപോലെ നന്നായിട്ട് പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 1/2 മണിക്കൂർ നേരമെങ്കിലും അടച്ച് മാറ്റി വെക്കുക. കൂടുതൽ നേരം വയ്ക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഇവിടെ ഏകദേശം 1/2 ലിറ്ററോളം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ചിക്കൻ പീസുകൾ ഓരോന്നായി ഇതിലേക്കിടുക. ചിക്കൻ പീസുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ മാറ്റി മാറ്റി വേണം ഇടാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ചിക്കൻ പീസുകൾ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. 2-3 തവണയായിട്ട് കുറേശ്ശെയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ചിക്കൻ ഇട്ട ശേഷം തീ കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആദ്യത്തെ 2 മിനിറ്റ് നേരം ഒരു കാരണവശാലും ഇളക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച മസാലയെല്ലാം ചിക്കനിൽ നിന്നും അടർന്ന് എണ്ണയിൽ കലരും. ആദ്യത്തെ 2 മിനിറ്റിന് ശേഷം വളരെ പതുക്കെ ഒന്ന് ഇളക്കിയിടുക. ചിക്കൻ പീസുകൾ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കുന്നത്. ചിക്കൻ എണ്ണയിലിട്ട ശേഷം ഏകദേശം 12 മുതൽ 14 മിനിറ്റ് നേരം വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഓരോ സ്റ്റൗവിൻ്റെയും തീയുടെ അളവനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വന്നേക്കാം. ഏകദേശം പകുതി സമയം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇളക്കിയിടുക. ഇതിപ്പോൾ ടോട്ടൽ 13 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. ചിക്കൻ 65 ഇങ്ങനെ തന്നെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. എങ്കിലും നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുന്നുണ്ട്. അതിനു മുമ്പായി ബാലൻസ് ഉള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നീട് മറ്റൊരു പാൻ ചൂടാക്കിയ ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. പിന്നീട് എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 ചോപ്പ് ചെയ്തത്, കുറച്ചേറെ കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വാടുന്നതുവരെ ഏകദേശം 1-2 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. പിന്നീട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷമുള്ള ഈ സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെയും നിങ്ങൾക്ക് ചിക്കൻ 65 സെർവ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. ചിക്കൻ 65 ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.